Hi, welcome back to my channel Journey with Ash. Being alone in Batam, Indonesia, day 5. അങ്ങനെ അഞ്ചാമത്തെ ദിവസമായി. ഇന്ന് ഞാൻ കുറച്ച് മുമ്പേ എഴുന്നേറ്റതേ ഉള്ളൂ. ലേറ്റായി രാവിലെ തന്നെ എഴുന്നേറ്റപ്പം. ഞാൻ ഇന്നലെ രാത്രി പോയി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ കരുതി ഒന്നും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ 2-3 തവണ ഡൗൺലോഡ് ചെയ്യാൻ നോക്കി. കുറച്ചൊരു പോയിന്റ് വരെ ഡൗൺലോഡ് ആവും, എന്നിട്ട് അത് താനെ അങ്ങ് ഷട്ട് ഡൗൺ ആയി പോവുമായിരുന്നു. എന്നിട്ട് പിന്നെ എപ്പോഴോ കിടന്ന് ഉറങ്ങി. ഇപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റ് ഇൻട്രോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചേച്ചിയോട് ഒന്ന് വിളിച്ച് ഒന്നും കൂടി ഒന്ന് സംസാരിച്ചായിരുന്നു. അവൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെങ്കിൽ ഇപ്പം രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് എനിക്ക് അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ ഗോതമ്പ് ദോശയും ചമ്മന്തിയും റെഡിയാക്കാമെന്ന് കരുതി. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം ഈ മാവ് ഒന്ന് റെഡിയാക്കി വെച്ചായിരുന്നു ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കി കഴിക്കാൻ പറ്റി. കറക്റ്റ് എന്താ കാര്യമെന്ന് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലായിരുന്നല്ലോ ഇന്നലെ. അതായത് ഞാൻ കാർത്തുമായിട്ട് ഒരു പുറത്തോട്ട് പോകുന്ന ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി ഇടണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ഷോർട്സ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇന്നലെയായിരുന്നു അത് ഇടേണ്ടത്. അപ്പം ഞാൻ വന്നു അതൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയപ്പം കുറച്ച് പോർഷൻ ഡൗൺലോഡ് ആവും, പിന്നെ അത് സ്റ്റക്കായി പോകും. പിന്നെയും ഞാൻ നോക്കി എന്നിട്ട് ഞാൻ കരുതി ആദ്യത്തെ എന്തെങ്കിലും എററായിരിക്കും. അങ്ങനെ വീണ്ടും നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പം ഇന്നലെ ഇടണമെന്ന് കരുതിയ വീഡിയോ എനിക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റിയില്ല. ഇനി ഞാൻ അത് ഒന്നേന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ല ടൈമും എടുക്കും. പിന്നെ ഈ ഒരു മൂഡിലിരുന്ന് നമ്മൾ വോയിസ് ഓവർ ചെയ്ത് നമുക്കത് സെറ്റും ആവത്തില്ല. അങ്ങനെ ഒരു ടെൻഷനായിരുന്നു എനിക്ക് ഇന്നലെ മൊത്തം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ ഒന്നും നമുക്ക് തോന്നത്തില്ലല്ലോ. എങ്ങനെ എനിക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഇന്നാണ് ഞാൻ പിന്നെ ചേച്ചിയോട് ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് മാക്സിമം ഇന്നെങ്കിലും എനിക്ക് ആ വീഡിയോ ഇടണം. അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം എനിക്ക് ഇന്ന് ആ വീഡിയോ എൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണമെന്നുണ്ട്. എന്തായാലും കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ അത്ര എഡിറ്റ് ചെയ്തില്ല. ഇല്ലെങ്കിൽ ഞാൻ പിന്നെങ്കിൽ മെനക്കെട്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് വോയിസ് ഓവർ ചെയ്ത് എങ്ങനാവുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് അങ്ങനെ ആ ഒരു സ്ട്രെസ്സിലിരുന്ന് ചെയ്യാൻ പറ്റും. എനിക്ക് പാടായിരിക്കും ഇങ്ങനെ സ്ട്രെസ്സിലിരുന്ന് പെട്ടെന്നിരുന്ന് ചെയ്യുമ്പോൾ. അപ്പം ഇന്ന് എനിക്ക് ആ വീഡിയോ കിട്ടുമെന്നാണ് ഒരു വിശ്വാസം. നേരെ ഞാൻ ലാപ്ടോപ്പ് എടുത്ത് മെയിലും കാര്യങ്ങളൊക്കെ അയക്കുമായിരുന്നു എൻ്റെ പരിപാടി. അതെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും അത് തന്നെ ഇരുന്ന് ആലോചിച്ചിരിക്കേണ്ടെന്ന് കരുതി ഉച്ചത്തേക്ക് എന്തായാലും ഫുഡ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു സാമ്പാറും പിന്നെ ഒരു മെഴുക്കുവരട്ടിയും വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഇരുന്ന പച്ചക്കറി എല്ലാം ഞാൻ അരിഞ്ഞ് ആ കുക്കിങ്ങിലോട്ട് എൻ്റെ ശ്രദ്ധ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തു. അതാകുമ്പോൾ നമുക്ക് വേറെ ചിന്തകൾ അങ്ങനെയൊന്നും വരത്തില്ലല്ലോ. ഫുഡ് ഉണ്ടാക്കുന്ന നേരത്ത് നമ്മൾ ആ ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും മാത്രമായിരിക്കുമല്ലോ ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കി. അതിനുശേഷം ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയായിരുന്നു. അതോടെ ഫുഡ് പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കുന്നതും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ടൈം പോയായിരുന്നു. ഞാനപ്പം വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഒന്ന് പുറത്തുനിന്ന് നടന്നിട്ട് വരുമ്പോഴേക്കും അതൊന്ന് ഡൗൺലോഡ് ആവുമായിരിക്കും. എററെല്ലാം മാറിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റായിട്ട് അറിയില്ല. അതിനുശേഷം ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് താഴോട്ട് നടക്കാനായിട്ട് ഒന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഞാൻ പോകുന്ന ആ ഷോപ്പിൻ്റെ ആ ഭാഗത്തുള്ള വഴിയുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്തൂടി നടക്കാമെന്ന് കരുതി. ഞാൻ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈം അങ്ങനെ നടക്കുന്നത്. ഈ റിസ്ക് ആണോ, ഈ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും ചുമ്മാ ഒന്ന് പയ്യെ നടന്നു നോക്കാമെന്ന് കരുതി. അതല്ലാതെ ആ റൂമിൽ തന്നെ ഇരുന്നാലും ഞാനില്ല വീഡിയോ ഇങ്ങനെ നോക്കി ഇരിക്കുന്നതിനെക്കാട്ടിയും കുറച്ച് നേരം ഇങ്ങനെ നടക്കാമെന്ന് കരുതി. ഇപ്പോഴാണെങ്കിൽ വെയിലൊന്നും ഇല്ലല്ലോ, അപ്പം നമുക്ക് പയ്യെ ഒന്ന് നടക്കുകയും ചെയ്യാമല്ലോ. ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡാണ്. അവിടെയും ബിൽഡിങ്സിൻ്റെ ഒക്കെ പണികൾ നടക്കുവാണ്. ഈ വഴിയാണ് ഞാൻ നടക്കാമെന്ന് കരുതിയത്. ഇവിടെ ഒരു മാർട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ കോഫിയൊക്കെ മേടിക്കാൻ വരുന്നത്. അപ്പം ആ വഴിയാണ് ഇതെന്ന് പറയുന്നത്. അവിടെ ഈ മാർട്ട് മാത്രമല്ല ഉള്ളത്, ഒരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. അത് മാത്രമല്ല പിന്നെ ഈ സ്പ്രേ ഒക്കെ ഉണ്ടാക്കി കൊടുക്കത്തില്ല, അതിൻ്റെയൊക്കെ ഒരു ഷോപ്പ്.
പിന്നെ ഒരു റുബേക്ക എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പുണ്ട്. ഇതൊരു സ്കൂളിൻ്റെ പണി അവർ നടത്തുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫ്രണ്ടിലത്തെയൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അവർ വരുവാണ്. ഇതാണ് മൊത്തത്തിലൊരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതിൽ നടന്നപ്പോഴാണെങ്കിൽ ഉള്ള വണ്ടികൾ മൊത്തം ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരത്തില്ല, അതുപോലായിരുന്നു. അപ്പം എനിക്ക് ഒട്ടും നടക്കാനൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങി. അപ്പോഴാണെങ്കിൽ വളരെ സൗകര്യമാണ്, വലിയ പാടില്ല, ട്രാഫിക്കോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. അതിൻ്റെ അകത്തൂടെ നടക്കാൻ സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവിടുത്തെ ഒരു ഷോപ്പാണ്. ഞാൻ ഇതുവരെ ഈ ഷോപ്പ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ജോലിൻ്റെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈ പ്ലേസിൽ ഞാൻ അങ്ങനെ നടക്കാറില്ലായിരുന്നു. കുറച്ച് നേരം ആ ഷോപ്പിൽ എന്തൊക്കെയാണെന്ന് ഞാൻ കുറച്ച് നേരം നിന്ന് നോക്കി. പിന്നെ മിക്ക ഷോപ്പുകളും അടവായിരുന്നു, കുറേയൊക്കെ പണി നടക്കുമായിരുന്നു. പിന്നെ എന്തായാലും അതിൽ നടക്കുമ്പോൾ ഒരു സേഫ്റ്റി ഉണ്ട് നമുക്ക്. മറ്റീ വണ്ടികളുടെ റഷോ അങ്ങനെ ഒന്നുമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റുബേക്ക എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ്. ഇതിൻ്റെ അകം നല്ല രസമാണ് നമുക്ക് കാണാനൊക്കെ. പറ്റുമെങ്കിൽ ഞാൻ ഒരു ഈവനിങ്ങിൽ വന്ന് ഇതിൻ്റെ അകവും ഇവിടെ നിൽക്കുന്നതൊക്കെ ഒരു വീഡിയോ എടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരു റൗണ്ട് പോലെയാണ് ഇത് കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് എനിക്കൊരു സേഫ്റ്റി തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ ഇത് ചെറിയൊരു കടയൊക്കെയാണ്. ഇതൊക്കെ 6 മണിക്ക് ശേഷം സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തുറക്കാൻ വേണ്ടി ഇവർ ഇട്ടേക്കുന്നതാണ്. ഇത് പകലൊന്നും തുറക്കത്തില്ല, 6 മണിക്ക് ശേഷമായിരിക്കും. പിന്നെ ഇത് ഇപ്പോൾ തുറന്നതാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഇപ്പോഴേ ഇത് കാണുന്നത് ഇങ്ങനെ തുറന്ന് പ്രവർത്തിക്കുന്നതൊക്കെ. പിന്നെ ഇവിടം വരെ ഞാൻ നടക്കുന്നുള്ളൂ. ഇത് ഇവിടുത്തെ ഒരു ബാങ്കും ATM ഒക്കെയാണ്. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ATMൻ്റെ അടുത്ത് വരെ മാക്സിമം വരെ വന്നിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ ഒരു ദിവസം ജോയലുള്ളപ്പം ഞാൻ കരുതി അങ്ങോട്ടേക്ക് പോകാമെന്ന്. ഇപ്പം ഈ റഷിൽ അങ്ങോട്ടേക്ക് പോകാനും നമുക്ക് വീഡിയോ അങ്ങനെ ഒന്നും എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങോട്ടൊരു കംഫോർട്ട് തോന്നുന്നില്ല. അപ്പം ഞാൻ കരുതി ഇനിയിപ്പം ഇത്രയും നടന്നത് മതി. ഭയങ്കര നല്ല രീതിയിൽ വണ്ടിയും സ്കൂട്ടറും, നമുക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഒരു ദിവസം ജോയൽ വന്നതിന് ശേഷം പറ്റുമെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഒന്ന് ഫുൾ റൗണ്ട് അടിക്കാന്ന് കരുതി. അപ്പം ഞാൻ തിരിച്ചു പോവുക. അപ്പം തിരിച്ചു പോകുന്ന വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പം വന്ന വഴി തന്നെയല്ലേ പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു നടന്നത്. പിന്നെ വെറുതെ വീട്ടിനകത്ത് ഇരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ നടക്കുന്നെന്ന് കരുതിയാ പോയി നടന്നത്. അതിനൊരു സേഫ്. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ കൂടി തിരിച്ച് നടന്ന് വന്നപ്പം നമ്മൾ വീഡിയോ ഒന്നും എടുക്കാതെ ഫ്രീ ആയിട്ട് നടന്നു വന്നപ്പം കുഴപ്പമില്ല, നമുക്ക് ചുമ്മാ ഒന്ന് നടന്നു വരാൻ പറ്റുമായിരുന്നു. എനിക്കൊന്ന് ഈ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ടായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയെന്ന് തോന്നുന്നു. എനിവേ ഞാൻ തിരിച്ച് അപ്പാർട്ട്മെന്റിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ റൂമിലോട്ട് പോട്ടെ. വന്ന പാടെ ഞാൻ ലാപ്ടോപ്പിലാണ് നോക്കിയത്. അപ്പോഴത്തേക്കും വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ആ എററും ബഗ് എന്താണെന്ന് വെച്ചാൽ അത് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യട്ടെ. ശരി എന്നാൽ. അതിനുശേഷം ഞാൻ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ലാപ്ടോപ്പ് എടുത്തു. പിന്നെ അതിലായിരുന്നു ഫുൾ വർക്ക്. അതിനോടൊപ്പം തന്നെ ഞാനൊരു കോഫി പ്രിപ്പയർ ചെയ്തായിരുന്നു. ഈ സമയത്ത് എനിക്ക് കോഫിയും കൂടി കുടിക്കാമല്ലോ, കോഫി ടൈമും ആവുമല്ലോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ TV സീരീസ് കുറച്ചു നേരം TV ഒക്കെ ഇരുന്ന് കണ്ടു. അതിനോടൊപ്പം തന്നെ വീട്ടുകാരെയും ജോലിനെ എല്ലാവരെയും വിളിച്ചു. ഫുഡ് കഴിക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ Day 5 ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നായപ്പം Day 5 5 ദിവസമായിട്ടുണ്ട്. പക്ഷെ 5ാമത്തെ ദിവസം ആയപ്പോഴേക്കും നിങ്ങൾക്ക് ബോറിംഗ് ആയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. മാക്സിമം ബോറിംഗ് ആവാതിരിക്കാൻ ഞാൻ നോക്കി. അതിനാണ് ഞാൻ വാക്കിനൊക്കെ പോയത്. ഇരുന്ന് ഉറങ്ങാതിരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല. എന്താണോ സൊല്യൂഷൻസ് അത് മാത്രം നോക്കുക, ചെയ്യുക. പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടില്ലെങ്കിൽ പോയിട്ട് നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക. പോയാൽ വീണ്ടും ട്രൈ ചെയ്യുക. ആ ഒരു ചിന്താഗതി നമ്മളിലുണ്ടെങ്കിൽ വലിയ സീൻ വരത്തില്ല. അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് പെട്ടെന്ന് ഇത് പ്രോബ്ലം വരത്തില്ല. എനിക്കെന്തോ ആ മൈൻഡ് സെറ്റ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ നമുക്ക് Day 6 ഇതിലും നല്ല എനർജറ്റിക് ആയിട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നാളെ Day 6 ആയി കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.